നമസ്കാരം, ഞാൻ ഡോക്ടർ കുര്യൻ തോമസ്. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് പോസ്റ്റ് ലംബാർ പങ്ക്ചർ ഹെഡേക്ക് അല്ലെങ്കിൽ പോസ്റ്റ് ഡ്യൂറൽ പങ്ക്ചർ ഹെഡേക്ക് എന്നതിനെക്കുറിച്ചാണ്. ന്യൂറോളജിയിൽ അതല്ല എങ്കിൽ മെഡിസിനിൽ തന്നെ കോമൺ ആയി നടക്കുന്ന ഒരു പ്രൊസീജിയറാണ് ലംബാർ പങ്ക്ചർ. നട്ടെല്ലിൻ്റെ പുറകിൽ ഒരു സൂചി കുത്തി ഫ്ലൂയിഡ് ടെസ്റ്റ് ചെയ്യാനായിട്ട് എടുക്കുക. ചിലപ്പോഴൊക്കെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാത്രമല്ല, തലച്ചോറിലേക്ക് ചില മരുന്നുകൾ, ഈ ക്യാൻസറിൻ്റെ കീമോതെറാപ്പി മെഡിസിൻസ് ആകാം, ചിലപ്പോഴൊക്കെ തലച്ചോറിലുള്ള ചില ഇൻഫെക്ഷനുകൾക്കെതിരെയുള്ള മരുന്നുകളായിരിക്കാം, അത് നട്ടെല്ലിലേക്ക് നമ്മൾ കുത്തിവെക്കും. അങ്ങനെ പരിശോധനയ്ക്ക് വേണ്ടിയോ ചികിത്സയ്ക്കായോ നടുവിൻ്റെ അവിടെ കുത്തി ഈ ടെസ്റ്റ് ചെയ്യുന്നതിനാണ് ലംബാർ പങ്ക്ചർ എന്ന് പറയുന്നത്. ചിലപ്പോഴൊക്കെ രോഗികൾക്ക് ഈ ലംബാർ പങ്ക്ചറിന് ശേഷം കലശലായ തലവേദന ഉണ്ടാകാം. അതിനെയാണ് പോസ്റ്റ് ലംബാർ പങ്ക്ചർ ഹെഡേക്ക് എന്ന് പറയുന്നത്. പോസ്റ്റ് ലംബാർ പങ്ക്ചർ ഹെഡേക്കിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? ഇത് കാഠിന്യം കയറിയും ഇറങ്ങിയിരിക്കാം. തുടക്കത്തിൽ ചിലപ്പോൾ കാഠിന്യം കുറവായിരിക്കാം. അത് വഷളാകുന്ന ആൾക്കാർക്ക് 1-2 ദിവസം കൊണ്ട് തലവേദന കൂടിയേക്കാം. തലവേദന സാധാരണഗതിയിൽ തലയുടെ പുറകുവശത്തായിരിക്കും. അതുകൂടാതെ പെടലിയുടെ അങ്ങോട്ടേക്കും തോൾപ്പലകയുടെ അങ്ങോട്ടേക്കുമൊക്കെ വലിയുന്നത് പോലെയുള്ള ബുദ്ധിമുട്ട് ഈ രോഗികൾക്ക് അനുഭവപ്പെടാറുണ്ട്. പോസ്റ്റ് ലംബാർ പങ്ക്ചർ ഹെഡേക്കിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത അതിന് കിടന്നാൽ തലവേദന മാറും എന്നുള്ളതാണ്. എഴുന്നേറ്റിരുന്ന് കഴിഞ്ഞാൽ 1 മിനിറ്റോ 2 മിനിറ്റോ കൊണ്ടോ തുടങ്ങുന്ന തലവേദന അവരെഴുന്നേറ്റിരിക്കുന്നതനുസരിച്ച് കാഠിന്യം കൂടിക്കൂടി വരും. പിന്നെ അവസാനം രോഗി കിടക്കേണ്ടി വരും. കിടന്നാൽ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ പൂർണ്ണമായും തലവേദന ഇല്ലാതെയാകും. സാധാരണഗതിയിൽ ഈ പോസ്റ്റ് ലംബാർ പങ്ക്ചർ ഹെഡേക്ക് ഉണ്ടായാൽ അത് വിശ്രമം കൊണ്ട് തന്നെ 1-2 ദിവസം കൊണ്ട് മാറിപ്പോയേക്കാം. പക്ഷെ ചിലപ്പോഴൊക്കെ ഇത് നീണ്ട സമയം നീണ്ടു നിൽക്കാം. ലംബാർ പങ്ക്ചറിന് ശേഷം ഉടനെ രോഗി വിശ്രമിക്കാതിരിക്കുന്നത് കൊണ്ട് ലംബാർ പങ്ക്ചർ ചെയ്ത രോഗി ഭാരമെടുക്കുന്നു, സ്റ്റെപ്പ് ഒത്തിരി കയറുന്നു, ഇങ്ങനെയുള്ള കാരണങ്ങളാൽ ലംബാർ പങ്ക്ചർ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഉപയോഗിച്ച നീഡിൽ കുറച്ച് വലിപ്പം കൂടിയതാണ് എങ്കിൽ ആ നീഡിൽ കൂടുതൽ സമയം നമ്മൾക്കവിടെ വെക്കേണ്ടി വന്നു. ഉദാഹരണത്തിന് തലയുടെ പ്രഷർ അളക്കുന്ന സാഹചര്യങ്ങളിൽ, പതിയെ കൊടുക്കേണ്ട ചില മരുന്നുകൾ കൊടുക്കുന്ന സാഹചര്യങ്ങളിലൊക്കെ നീഡിൽ കൂടുതൽ സമയം നട്ടെല്ലിൻ്റെ അവിടെ കുത്തിവെച്ചേക്കാം. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിലൊക്കെ പോസ്റ്റ് ലംബാർ പങ്ക്ചർ ഹെഡേക്ക് ഉണ്ടാകാം. എങ്ങനെയാണ് പോസ്റ്റ് ലംബാർ പങ്ക്ചർ ഹെഡേക്ക് ചികിത്സിക്കുക? പ്രധാനമായും വിശ്രമം. ലംബാർ പങ്ക്ചർ നോർമലായി കഴിഞ്ഞാൽ രോഗി ഒരു 6 മുതൽ 8 മണിക്കൂർ സമയത്തേക്ക് പൂർണ്ണമായി വിശ്രമിക്കേണ്ടതുണ്ട്. പലപ്പോഴും കാൽഭാഗം നമ്മൾ പൊക്കി വെക്കുകയും ചെയ്യും. തലവേദന ഉണ്ടായി എന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ രോഗി പൂർണ്ണമായി വിശ്രമിക്കണം. കാലിൻ്റെ ഭാഗം പൊക്കി വെച്ചുകൊണ്ട് വേണം കിടക്കാൻ. പിന്നെ വെള്ളം നല്ലതുപോലെ കുടിക്കണം. ആശുപത്രിയിലാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ ഡെക്സ്ട്രോസ് കണ്ടെയ്നിങ് IV ഫ്ലൂയിഡ്സ് ഒക്കെ ഈ പോസ്റ്റ് ലംബാർ പങ്ക്ചർ ഹെഡേക്കിനായി കൊടുക്കും. പിന്നെ കാപ്പി കുടിക്കുന്നത് നല്ലതാണ്. കഫീൻ അടങ്ങിയിരിക്കുന്ന ടാബ്ലറ്റുകൾ, കഫീൻ്റെ IV മെഡിക്കേഷൻസ് ഒക്കെ അബ്രോഡിൽ കൊടുക്കും. നമ്മൾ കഫീൻ അടങ്ങിയ ടാബ്ലറ്റുകളാണ് ഉപയോഗിക്കുന്നത്. ഇത് തലച്ചോറിലെ രക്തക്കുഴലുകൾ ചുരുങ്ങുന്നതിനും തലച്ചോറിലെ CSF സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡിൻ്റെ ഉൽപ്പാദനം കൂട്ടുന്നതിനും സഹായിക്കും. പിന്നെ ഡെറിഫിലിൻ എന്ന് പറയുന്ന ടാബ്ലറ്റ് നമ്മൾ ശ്വാസമുട്ടലിന് പലപ്പോഴും കൊടുക്കുന്നൊരു മരുന്നാണ്. അതും ഈ തലച്ചോറിലെ CSFൻ്റെ ഉൽപ്പാദനം കൂട്ടാൻ സഹായിക്കും. ഫ്ലൂഡ്രോകോർട്ടിസോൺ എന്നൊക്കെ പറയുന്ന ചില സ്റ്റിറോയിഡുകളും നമ്മൾ ഇതേ ഉദ്ദേശത്തിനായി കൊടുക്കും. 2 ദിവസമൊക്കെ വിശ്രമിച്ചതിന് ശേഷം പതിയെ രോഗി അനങ്ങാൻ തുടങ്ങുമ്പോൾ അവർക്ക് നമ്മൾ ഒരു അബ്ഡമിനൽ ബൈൻഡർ, അത് നമ്മൾ ഈ വയറൊക്കെ തള്ളി വരാതിരിക്കാൻ വേണ്ടി ഉടുപ്പിൻ്റെ ഉള്ളിൽ ഈ ഇടുന്ന സാധനമാണ് അബ്ഡമിനൽ ബൈൻഡർ. അത് ഇറുകിയിരിക്കുമ്പോൾ അത് ഇൻട്രാ അബ്ഡമിനൽ പ്രഷറിനെ സപ്പോർട്ട് ചെയ്യുന്നത് കൊണ്ട് പോസ്റ്റ് ലംബാർ പങ്ക്ചർ ഹെഡേക്ക് ഉള്ളവർക്ക് അതിൻ്റെ കാഠിന്യം കുറയുന്നതായി അനുഭവപ്പെടും. ഇത് വിശ്രമവും ഈ മരുന്നുകളുമൊക്കെ സഹായിച്ചേക്കാം എന്നുണ്ടെങ്കിലും ഒരു വിഭാഗം രോഗികളിൽ ഇതൊന്നും മതിയാകാതെ വരും.
അങ്ങനെയുള്ളവർക്ക് ഈ തലവേദന ചികിത്സിക്കുന്നതിന് വേണ്ടിയായി നമുക്ക് എപ്പിഡ്യൂറൽ ബ്ലഡ് പാച്ച് ചെയ്യേണ്ടി വരാറുണ്ട്. എപ്പിഡ്യൂറൽ ബ്ലഡ് പാച്ച് എന്ന് പറഞ്ഞാൽ രോഗിയുടെ തന്നെ രക്തം കുറച്ച് എടുത്തതിന് ശേഷം എപ്പിഡ്യൂറൽ സ്പേസ് എന്ന് പറയുന്ന നട്ടലിൻ്റെ അവിടെയുള്ള സ്പേസിലേക്ക് ഈ രക്തം നമ്മൾ കുത്തിവെക്കുകയാണ്. കുത്തിവെച്ചതിന് ശേഷം 2 മണിക്കൂർ സമയം രോഗിയെ കാൽ പൊക്കി വെച്ച് നമ്മൾ കിടത്തും. പിന്നെ 2 ദിവസത്തേക്ക് രോഗി പൂർണ്ണമായി റെസ്റ്റ് ആയിരിക്കും. ഈ സമയത്ത് ഈ നമ്മൾ കുത്തിവെച്ച ബ്ലഡ് ഈ എപ്പിഡ്യൂറൽ സ്പേസിൽ ഉണ്ടായിരിക്കുന്ന നമ്മൾ ലംബാർ പങ്ക്ചർ ചെയ്തപ്പോൾ ആ തുളയെ സീൽ ചെയ്യുക എന്നുള്ളതാണ്. എപ്പിഡ്യൂറൽ ബ്ലഡ് പാച്ചാണ് ഈ പറയുന്ന പോസ്റ്റ് ലംബാർ പങ്ക്ചർ ഹെഡേക്കിൻ്റെ ഡെഫിനിറ്റീവ് ട്രീറ്റ്മെൻറ്റ്. ശ്രദ്ധിച്ച് ചെയ്യേണ്ടതുണ്ട്. ചെയ്യുന്ന സമയത്ത് പനി അങ്ങനെയുള്ള അസ്വസ്ഥതകൾ ഉണ്ടാകാനുള്ള അപകട സാധ്യതയുണ്ടെങ്കിലും വളരെ നല്ല റിസൾട്ടുള്ള ഒരു ചികിത്സ തന്നെയാണ് എപ്പിഡ്യൂറൽ ബ്ലഡ് പാച്ച് പോസ്റ്റ് ലംബാർ പങ്ക്ചർ ഹെഡേക്കുള്ള രോഗികൾക്ക്. നിങ്ങളിൽ ആരെങ്കിലും ലംബാർ പങ്ക്ചറിന് വിധേയരാകുന്നു എന്നുണ്ടെങ്കിൽ അതിനുശേഷം 6 മുതൽ 8 മണിക്കൂർ സമയം വരെ ഡോക്ടറുടെ നിർദ്ദേശം അനുസരിച്ച് പൂർണ്ണമായി വിശ്രമിക്കാൻ ശ്രദ്ധിക്കുക. ലംബാർ പങ്ക്ചർ നടന്നതിന് ശേഷം 1-2 ദിവസത്തേക്ക് വലിയ യാത്രകളൊന്നും പാടില്ല, സ്റ്റെപ്പ് അധികം കയറാൻ പാടില്ല, ഭാരമധികം എടുക്കാൻ പാടില്ല. നിർഭാഗ്യവശാൽ ആ ഒരു സാഹചര്യത്തിൽ തലവേദന ഉണ്ടായാൽ തീർച്ചയായും അതിൻ്റെ അടുത്ത ചികിത്സയുടെ രീതികളിലേക്ക് നീങ്ങുക. നന്ദി.